ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് ചോയ്സ് എവറിൻ്റെ 33ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. തുടക്കത്തിൽ നമ്മുടെ മായുടെ അമ്മയും അച്ഛനും കൂടിയിട്ട് ഇവനെ പുതിയൊരു ഡിഷ് ഉണ്ടാക്കാൻ സഹായിക്കണം. അതുപോലെ തന്നെ അവൻ ഇന്നാണ് കുക്ക് ചെയ്യേണ്ടത്, ഇന്ന് ഞങ്ങൾ ഡിന്നറിന് അവനാ കുക്ക് ചെയ്ത് തരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ബെസ്റ്റിയുടെ മോനെ തിരിച്ചു കിട്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ ജാവോ ആണെങ്കിൽ അവന് കഴിക്കാനുള്ള ഫുഡുകളൊക്കെ വാങ്ങിച്ചുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ബെസ്റ്റ് പറയണം, എൻ്റെ മോൻ ഇതൊന്നും കഴിക്കത്തില്ല, ഇത്രയധികം നീ വാങ്ങിച്ചുകൊണ്ട ആവശ്യമില്ല പറയുമ്പോൾ ഇതൊന്നും നാശമാകത്തില്ലല്ലോ പെട്ടെന്ന്, അതുകൊണ്ട് ഇത് എടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ആ കുട്ടിക്കായിട്ട് വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ സാവോ. ഇവിടെയാണെങ്കിൽ അമ്മ പറയുവാണ് നമ്മുടെ മായും അതുപോലെ യാവും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സാവോ ഒരു നല്ലൊരു ഗേൾ ഫ്രണ്ടിനെ ഇങ്ങോട്ട് കയറ്റി വിടുവാണെങ്കിൽ അവരെയും കെട്ടിവെച്ച് അങ്ങ് വിടാം എന്നുള്ള രീതിയിൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അമ്മയുടെ ഒന്ന് ഫോൺ വരുന്നുണ്ട്. എടാ, നമ്മുടെ യാവോയ്ക്കും അതുപോലെ മിങ്ങും ഉണ്ടല്ലോ പ്രേമിക്കുകയാണത്രേ എന്ന് പറയുവാണ്. ആണോ, പ്രേമിക്കാണോ എന്ന് ഇവനാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ പറയുവാണ്. എന്നാൽ ശരി, നീ ഇനി ഒരു ഗേൾ ഫ്രണ്ട് കൂടി കൊണ്ടുവന്ന കാര്യങ്ങൾ ഉഷാറായി പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു വർക്കിലാണ്, ഞാൻ പിന്നെ വിളിക്കാം. അല്ല, ആരും അടുത്തുള്ള പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ പറയല്ല. നമ്മുടെ ബെസ്റ്റ് ആണെങ്കിൽ അവനിങ്ങനെ തുറപ്പിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ യാവോടെ അച്ഛനാണെങ്കിൽ നമ്മുടെ ആ ഒരു അസിസ്റ്റന്റിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഞാൻ കൊണ്ടും തന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, എനിക്ക് മിസ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് എൻ്റെ അനീതിക്കാണ്, അതായത് കസിനാണ്, അവൾക്ക് അവളുടെ ഫേവറേറ്റ് ആക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ ആളെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയുവാണ്. നമ്മുടെ യാവോടെ അച്ഛനാണെങ്കിൽ കുറച്ച് പൈസ എടുത്തിട്ട് ആ അസിസ്റ്റന്റ് മുമ്പിൽ കൊണ്ട് വെക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ CEO അന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തല്ലോ, അപ്പോൾ ആള് അതിനുള്ള പൈസ കൊടുക്കുന്നതാണ്. പറയുന്നുണ്ട്, ഇനി തരുന്നുണ്ടെങ്കിൽ 25% പലിശ കൂട്ടി തരണം എന്ന് പറയുമ്പോൾ നിങ്ങളെന്ത് മെറിറ്റാണോ, നിങ്ങൾ ഹെൽപ്പ് ചെയ്തതിൽ ചോദിക്കുമ്പോൾ മെറിറ്റും, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ മിരട്ടിക്കൊണ്ടേയിരിക്കും എന്നൊരു ഡയലോഗും പറയുകയാണ്. നമ്മുടെ മായി കാണിക്കുന്ന സ്നേഹം ആൾക്ക് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു റൂമിലത്തെയും എല്ലായിടത്തെയും കറണ്ട് പോവുകയാണ്. അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പുറത്തെ റൂമിലേക്ക്, ഇപ്പുറത്തെ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അവിടെ കറണ്ട് കട്ടാവാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ യാവോടെ അച്ഛനെ കറക്റ്റ് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ആൾ കൊടുത്ത ആ ഒരു ഇൻവിറ്റേഷൻ കാർഡിലാണ് ഇനി എല്ലാ പ്രശ്നങ്ങളും ഒളിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ആൾ അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. അവളെ ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, ആൾ മിസ്യൂസ് ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല, ഞാൻ ഒരു കാർഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ആർക്കും റെയറായിട്ട് കൊടുക്കുന്ന കാർഡല്ല, ഒരു റെഡ് കളർ കാർഡാണ്. ആ ഒരു കാർഡ് ആരുടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുവാണ്. അപ്പോൾ സോറി ഉണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, സോറി ഒന്നും എനിക്ക് വേണ്ട ഇപ്പോൾ, പക്ഷേ ഈ കാര്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്നാണ് ഇനി ഞാൻ നോക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ശരിയാക്കുന്ന ആൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മായ്ക്കാണെങ്കിൽ ഒരു മാതിരി ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ആളോട് പറയുന്നുണ്ട്, അങ്കളെ, നിങ്ങൾ അന്ന് വൈൻ ടേസ്റ്റിൻ്റെ കാര്യം ചെയ്തില്ലേ, അത് ഒരു പ്രാവശ്യം കൂടി എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് പറയുമ്പോൾ നീ എന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കുവാണ്. അതെ, ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കുക പറയുകയാണ്. അങ്ങനെ എല്ലാവരെയും പുറത്തിറക്കിയിട്ട് അവർ പോയ സ്ഥലങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ് വൈൻ ടേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പണിയും തീർന്നെന്ന് നമ്മുടെ മായാണെങ്കിൽ സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഈ ഒരു സംഗതി വൈൻഡപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ ആൾ പറയുവാണ്, ആ ഒരു ചെടി ഉണ്ടല്ലേ, ഇത് ഇപ്പോൾ ഒരു മരമായി മാറിയിട്ടുണ്ട്, ആ ഒരു മരത്തിനടിയിൽ എൻ്റെ മോനും അതുപോലെ ഞാനും അത്യാവശ്യം നേരം കളിച്ചിട്ട് ടൈമൊക്കെ ചിലവഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ല നല്ല മെമ്മറീസ് ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് നിങ്ങളുടെ ആ പഴയ മെമ്മറീസൊക്കെ ആലോചിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്പീച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുവാണ്. യാവാണെങ്കിൽ അച്ഛനെ കാണാൻ വേണ്ടി വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പണിയൊക്കെ ഇടുന്ന് കാണിച്ച് നമ്മുടെ മായ്ക്കടക്കം ഇത് വലിയൊരു കഷ്ടമായി, നിങ്ങൾ ഇവിടെ ഇനി നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്കറിയാവോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന്, നിങ്ങളുടെ മോനായിട്ട് ജനിച്ചതെന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ ഒരു മാതിരി ആവുന്നുണ്ട്. ഇവിടെ നമ്മുടെ മായുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് നമ്മുടെ CEO ലേഡിയും കാണാൻ വരുവാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ ആൾ പറയുന്നുണ്ട്, നീയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം, പോയിസൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് ആളിനെ കൊണ്ടുവരിക, അതുപോലെ ലൈറ്റ് കട്ട് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നീ ചെയ്തതെന്ന് എനിക്കറിയാം, നീ ആ റെഡ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു ഹോട്ടലിലേക്ക് കയറിയിരിക്കുന്നത് എങ്ങനെയൊക്കെ പറയുമ്പോൾ പോലീസിനും കൊണ്ട് നമ്മുടെ യാവ് കയറി വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പോലീസുകാർക്ക് എന്തൊക്കെയോ ചോദിക്കാനുണ്ട് അത്രേ എന്ന് പറയുമ്പോൾ ആൾ പറയുവാണ്, എനിക്ക് അത്യാവശ്യത്തിന് പണിയുണ്ട്, അത് തീർത്തിട്ട് ഞാൻ വരാം. അപ്പോൾ ആൾ പറയുന്നുണ്ട്, നീ എന്തായാലും ഈ ഒരു വർക്കൊന്നും തീർക്കേണ്ട ആവശ്യമില്ല, നിന്റെ സ്ഥാനത്ത് ഇനി ഞാൻ തന്നെയാണ്, നിന്റെ ജോലി തെറിച്ചു മോളെ എന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ മായിനെ ഇങ്ങനെ കാറിൽ കൊണ്ടുവരുന്ന സമയത്ത് അച്ഛൻ കുറേ ഹെൽപ്പ് ചെയ്തു, നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ആളേനെ, നീ പോയിട്ടൊന്ന് സോറി ചോദിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. നമ്മുടെ യാവോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ, ആ ഒരു കോട്ട് സൈഡിലുണ്ട്. ഇവനാണെങ്കിൽ അത്യാവശ്യം നേരം വിളിച്ചിട്ടും ആൾ എടുക്കുന്നില്ല. നമ്മുടെ മായി വിളിക്കുന്നുണ്ട്, ആൾ എടുക്കുവാണ്. എന്താ മോളെ, എന്താ വിളിച്ചേ?
അപ്പോൾ പറയുന്നുണ്ട് അതെ നമ്മുടെ യാവോ മനസ്സ് മാറിയിട്ടുണ്ട്, ഒന്ന് സംസാരിക്കണത്രേ എന്ന് പറഞ്ഞിട്ട് യാവോടെ കൈ കൊടുക്കുവാണ്. അച്ഛൻ എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, സാർ ഇവിടെ നിൽക്കുന്നേ, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയല്ല. ആൾ പറയുന്നുണ്ട് അല്ല മോൻ വരണ്ട, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇവിടേക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരു കാർ ആക്സിഡൻറ്റും ആൾക്കുണ്ടാവുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്ന നമ്മുടെ യാവും മായും കൂടിയിട്ട് കാണാൻ വേണ്ടി വരുവാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടറും പോലീസുമാരും ഒക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഒരു ഒപ്പിടാൻ പറയുന്നുണ്ട്. നമ്മുടെ യാവ് ഒപ്പിടുവാണ്. പക്ഷേ ആ ഒരു ഷോക്കിൽ അവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ മായ്ക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ ആ പേടിയാവുന്നേ. അവനോട് പറയുന്നുണ്ട് എനിക്കിത് കാണുമ്പോൾ പേടിയാവാണ്, ഒന്നല്ലെങ്കിൽ സംസാരിക്കും, ഒന്നല്ലെങ്കിൽ കരയി, ഇന്ത്യയിലൊക്കെ ചെയ്യാൻ പറയുവാണ്. നമ്മുടെ മായാണെങ്കിൽ ഇവൻ മിണ്ടാതെ പോകുന്ന കണ്ടിട്ട് പിന്നാലെ പോവുകയാണ്. പക്ഷേ ഫോർമാലിറ്റീസ് തീർക്കാനുണ്ട് പറഞ്ഞിട്ട് ഡോക്ടർ അവളെ വിളിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ മുൻപ് ഫേക്ക് ആണെന്ന് പറഞ്ഞല്ലോ ഒരു വൈന്, ആ ഒരു വൈൻ ബോട്ടിൻ്റെ അടിയിൽ തന്നെയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഫേക്കല്ല, ഞാനിത് ഒറിജിനലാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അന്ന് അവർ പറഞ്ഞല്ലോ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പല സ്ഥലത്തും വീണ് പോയിന്ന്. ആ ഒരു ഡയലോഗുകളൊക്കെ നമ്മുടെ യാവോ ഭയങ്കരമായിട്ട് ആലോചിക്കുകയാണ്. ആളെ കുറ്റപ്പെടുത്തിയതും വിഷമിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ഇവന് തന്നെ ഒരു മാതിരി ആവുന്നുണ്ട്. നമ്മുടെ യാവോനെ പുറത്തുനിന്ന് നമ്മുടെ മായി കുറേ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ എടുക്കുന്നില്ല. ആ ഒരു സമയത്ത് അച്ഛൻ്റെ ഫോണിൽ നിന്ന് ഒരു കോൾ വരുവാണ്. അവൻ അത് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെവിയിൽ വയ്ക്കുമ്പോൾ ആൾക്ക് ഒരു ജോലിയുടെ ആവശ്യത്തിന് ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അയാളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പറയാണ് എൻ്റെ അച്ഛൻ ഇപ്പം ഇല്ല, അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോൾ ആളും കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്ന സമയത്ത് വാൾപേപ്പർ അടക്കം അവൻ്റെയും ആ അച്ഛൻ്റെയും ആ ഒരു പോസ് കൊടുക്കുന്ന ആ ഒരു ഭാഗമായിരുന്നു. അതിനുശേഷം നമ്മുടെ മായയുടെ അമ്മയും അച്ഛനൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മായയാണെങ്കിൽ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണല്ലോ. ആളും കുറേ അന്വേഷിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. നമ്മുടെ യാവ് ആണെങ്കിൽ വാതിൽ തുറക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ വാതിൽ എങ്ങനെയൊക്കെയോ തുറന്നിട്ട് അകത്ത് കയറിയിട്ട് പറയുന്നുണ്ട് മോനെ വായോ, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ, ഇങ്ങനെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് വലുതും വരും, ഇത് എപ്പോൾ നോക്കിയാലും കഴിക്കുന്ന പരിപാടിയാണല്ലോ നമ്മുടെ അമ്മ പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് അവനെ വെറുതെ ഒറ്റയ്ക്ക് വിട്, അവൻ അവിടെ ഇരുന്നോട്ടെ, നിനക്ക് എപ്പോഴെങ്കിലും ഒരു കമ്പനിക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേക്ക്, അപ്പോൾ നമുക്ക് സംസാരിച്ച് അങ്ങനെ ഇരിക്കാമെന്ന് പറയുവാണ്. ഇവിടെ മായാണെങ്കിൽ യാവോനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കല്ലടാ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ഇതോടുകൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.